പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. എന്താണോ പറഞ്ഞത്, ഡാർക്ക്, ലീന്, ഫാറ്റി, യു ആർ ലൈക്ക് എ ക്യാൻസർ പേഷ്യന്റ് എന്നും പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ നടപടികൾ നീങ്ങിയിരുന്നു. ആ ഒരു രണ്ട് മാസം മുന്നേ തന്നെ പേരൻസ് കംപ്ലൈന്റ് യൂണിവേഴ്സിറ്റിയിലോട് ഡയറക്റ്റ് ആയിട്ട് ഏതൊരു ജൂനിയർ ബാച്ചിന്റെ കുട്ടികൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് 2 മാസം സസ്പെൻഷൻ കഴിഞ്ഞിരുന്നു. ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്താണോ വിളിച്ചത് അക്കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എന്താണോ പറഞ്ഞത് അത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിരുന്നു, പുള്ളിക്കെതിരെ കൊടുത്തിരുന്നു. അതിനെതിരെ ആക്ഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് നാളത്തേക്കിന് പുള്ളി പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമ്മുടെ അക്കാഡമിക് ഇയറിന്റെ ലാസ്റ്റാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് 1-2 മാസം കണ്ടേ ഉള്ളായിരുന്നു ക്ലാസ്. അതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഞങ്ങൾക്ക് റെക്കോർഡ് പോലും സൈൻ ചെയ്യാൻ അദ്ദേഹം വന്നില്ല. ഫോർവേഡ് ടു HOD എന്ന് പറഞ്ഞിട്ട് സംഗീത മാം തന്നെയാണ് ഞങ്ങൾക്ക് സൈൻ ഇട്ട് തന്നത്. അതെ, ആ കുട്ടി ഫസ്റ്റ് ഇയർ ആണ്, നമ്മൾ ഫൈനൽ ഇയർ ആണ്. നമ്മൾ ഒരു തവണയും കൂടെ ഞാൻ കുട്ടീനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉള്ളതാണോ നമ്മൾ കേട്ടില്ല, നമ്മളെ ക്ലാസ്സിൽ ഇല്ല. എന്നാൽ അത് സത്യമാണെന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള കുട്ടികളെ ബാക്കിയുള്ള ക്ലാസ്സിലെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. എന്താണോ പറഞ്ഞത്, ഡാർക്ക്, ലീന്, ഫാറ്റി, യു ആർ ലൈക്ക് എ ക്യാൻസർ പേഷ്യന്റ് എന്നും പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ നടപടികൾ നീങ്ങിയിരുന്നു. ആ ഒരു രണ്ട് മാസം മുന്നേ തന്നെ പേരൻസ് കംപ്ലൈന്റ് യൂണിവേഴ്സിറ്റിയിലോട് ഡയറക്റ്റ് ആയിട്ട് ഏതൊരു ജൂനിയർ ബാച്ചിന്റെ കുട്ടികൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് 2 മാസം സസ്പെൻഷൻ കഴിഞ്ഞിരുന്നു.